ബോൺസിനെ ചേഞ്ച് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലേക്ക് ഹെയറിനെ കോമ്പിങ് പാറ്റേണിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഹെയറിൽ ഹീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. മറ്റേ തോർത്ത് വെച്ചിട്ട് ഇങ്ങനെ ടൗൽ വെച്ചിട്ട് ഡ്രൈ ആക്കുക ഭയങ്കര റോങ് മെത്തേഡാണ്. ബ്ലേഡ് വെച്ച് ചെയ്യാനോ കത്തി വെച്ച് ചെയ്യാനോ നമ്മൾ വറീഡ് ആവാറേ ഇല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ കത്രിക കൊണ്ട് ചോര വന്നത് ഒരു 2.5 വയസ്സായ ഒരു കൊച്ചിൻ്റെ. എൻ്റെ മുടിയുണ്ട്, ഇന്നലത്തെ എൻ്റെ ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ എനിക്കിന്ന് മുടിയുണ്ട്, കണ്ണിന് കാഴ്ചയുണ്ട്. ഡെയിലി തല നനക്കേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും തല നനക്കുന്നത് കൊണ്ട് നമുക്ക് തന്നെയാണ് നഷ്ടം. അതെ അതെ, കൗതുകത്തോട് ചോദിക്കാം. അതായത് ഈ നമ്മൾ ചൊവ്വാഴ്ച ഈ ബാർബർ ഷോപ്പിൽ അവധി കൊടുക്കുന്ന ഒരു സംഭവം, അതായത് നമ്മൾ മുടി വെട്ടുന്ന ദിവസമാവും അത് ചൊവ്വാഴ്ച. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ ചൊവ്വാഴ്ച ദിവസം ഞാൻ പറഞ്ഞു കേട്ടേക്കുന്നതാണ്, എനിക്കറിയില്ല ഇത് ട്രൂ ആണോ എന്നുള്ളത്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഷേവ് ചെയ്തിട്ട് മുറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ പ്രശ്നമാണ്, ബ്ലഡ് നിൽക്കില്ല എന്നൊക്കെ എനിക്കൊരു ഐഡിയ ഇല്ല സത്യത്തിൽ. ചൊവ്വാഴ്ച ദിവസമാണല്ലോ സാധാരണ ബാർബർ ഷോപ്പിൽ. ഞാൻ ബാർബർ ഷോപ്പിൽ നിന്ന് മാറി ഈ സെലൂൺ കാറ്റഗറിയിലേക്ക് വന്നിട്ട് ചൊവ്വാഴ്ച സെലൂൺ അടക്കണ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും വർക്കിന് വരും. എനിക്ക് മേ ബി കിട്ടുന്നത് വെനസ്ഡേയോ മൺഡേയോ തേഴ്സ്ഡേയോ ഒക്കെ ആയിരിക്കും എനിക്കൊരു ചുട്ടി എൻ്റെ ലീവ് കിട്ടുന്നത്. അത് ബാർബർ ഷോപ്പ് ആ ഒരു നോളജാണ്. ഈ തേഴ്സ്ഡേ ശരിക്കും പറഞ്ഞാൽ ചൊവ്വാഴ്ച കട അടച്ചുകൊണ്ടിട്ട് ഒരു മിറാക്കളും നടക്കുന്നില്ല. ഒരു ലീവ് കിട്ടും, ചിലപ്പോൾ തിയേറ്ററിൽ പോയാൽ റഷ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാണല്ലോ അന്ന് എല്ലാവരും വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പരിപാടി ഉണ്ടെന്നല്ലാണ്ട് എനിക്ക് ഈ ചൊവ്വാഴ്ച കട അടക്കണോണ്ട് ഈ പണിയും ഇതിനെ സംബന്ധിച്ചൊരു കണക്റ്റഡ് ആണോ എന്നുള്ളത് ബ്രോ ചോദിച്ചതുപോലെ തന്നെ ഞാൻ എൻ്റെ പഴയ ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർക്കും ഇത് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല അവർക്ക് പറയാനായിട്ട്. ഒന്നില്ലെങ്കിൽ ഒരു ലീവിന് വേണ്ടി, കാരണം സാറ്റർഡേ സൺഡേ ആണ് എല്ലാവരും ഈ പറഞ്ഞുള്ള കൂടുതൽ അവധി എടുത്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് അന്നാണ് കുറേ കൂടെ ആളുകൾക്ക് എന്താ പറയാ ഹെയർ കട്ടിനും കാര്യങ്ങൾക്കൊക്കെ വരാൻ വേണം. പൊതുവേ മൺഡേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു ഇത്തിരി റഷ് കാണും. ചൊവ്വാഴ്ച ആയി കഴിഞ്ഞാൽ ഒട്ടും ചിലപ്പോൾ റഷ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു ബേസ് കാറ്റഗറി നോക്കുവാണെങ്കിൽ അന്നത്തെ കാലത്ത് എല്ലാവരും ചൊവ്വാഴ്ച ഓഫ് എടുക്കുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ടാവായിരിക്കാം. പിന്നെ ഈ ചോര വന്ന മുറിയും അതൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ സത്യത്തില്. പിന്നെ അതേമാതിരി ഈ നമ്മള് അതായത് നമ്മള് ഒരു ബാർബറിന്റെ മുമ്പിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് നമ്മള് ആ പുള്ളിയില് നമ്മള് അർപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഇതേമാതിരി ഷേവിങ്ങിലൊക്കെ നമുക്ക് ബ്ലേഡൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ അത് വെട്ടുന്ന ആൾക്കാർ പ്രൊഫഷണലി ഭയങ്കര ഇതിലൊക്കെ, പക്ഷെ എന്നാലും ഒരു ടെൻഷൻ എപ്പോഴും ചേർന്നുണ്ടാവാറുണ്ടോ? അല്ലെങ്കിൽ ഒരു ഇല്ല ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല. കാരണം ഇതിപ്പോ ഉറക്കത്തിൽ നിന്ന് എണീച്ചോട്ട് വിളിച്ച് ചെയ്യുന്ന പറഞ്ഞാൽ പോലും നമ്മളത് ചെയ്യും. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് നമുക്കൊരു ഡേയിൽ ഒരു 12 hours കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ 12 hours ഇതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യണം. എന്നെ സംബന്ധിച്ച് ഞാനൊരു ഓഫ് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും മടുപ്പ് തോന്നണം വർക്ക് ചെയ്തിട്ട്. അപ്പം ഞാനൊരു 5 days ഒക്കെ ഓഫ് എടുത്ത് എങ്ങടെയെങ്കിലും ട്രാവൽ ചെയ്യാം. അതർവൈസ് നമുക്ക് ബ്ലേഡ് വെച്ച് ചെയ്യാനോ കത്തി വെച്ച് ചെയ്യാനോ നമ്മൾ വറീഡ് ആവാറേ ഇല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ചിലപ്പോൾ മുറിയുമായിരിക്കും, മുറിഞ്ഞാലും നമ്മളത് അങ്ങനെ തന്നെ നിൽക്കും. കാരണം മുറിഞ്ഞുപോയി, ഇനിയിപ്പോൾ കൂടുതൽ അധികം കളിക്കണമെന്നുള്ളത് അത് സോൾവ് ചെയ്യാന്നുള്ളത് മാത്രമേ നെക്സ്റ്റ് ഓപ്ഷനുള്ളൂ. ചിലത് മുറിയും. ചിലപ്പോൾ ക്ലയന്റ് വല്ല ഫോൺ വന്നിട്ട് തിരിയുന്ന ടൈമിലായിരിക്കും ഞാൻ ബ്ലേഡ് വെച്ച് ഇങ്ങനെ നിൽക്കുന്നത്, ആ ടൈമിലും മുറിയാം. എന്നാലും നമ്മൾ മാക്സിമം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും, എല്ലാ വെപ്പൺസും വെച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. നമ്മൾ ടൂൾസ് ഒക്കെ വെച്ചിട്ട് മാക്സിമം സേഫ് ആയിട്ട് തന്നെ ചെയ്യും. ചില സമയത്ത് മുറിയും. എത്രയോ അനുഭവമുള്ള നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നോക്കുമ്പോൾ അത് നമ്മളുടെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൽ ചെറിയ ചെറിയ ഇത് ജസ്റ്റ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്ക് അങ്ങനെ ഞാൻ പറയുവാണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ പാണ്ടിക്കുടി, ഫോർട്ട് കൊച്ചി പാണ്ടിക്കുടിയിൽ വർക്കല്ല ഞാൻ പണി പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ കത്രിക കൊണ്ട് ചോര വന്നത് ഒരു 2.5 വയസ്സായ ഒരു കൊച്ചിൻ്റെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫാദർ എന്നെ പിടിച്ചിടിച്ചില്ല എന്നേ ഉള്ളൂ. ഞാൻ ഉള്ളത് ഞാൻ പറയാം, വളരെ സിമ്പിളായിട്ട് പറയാം. പക്ഷെ അതായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആർക്കൊന്നും വരരുത് നമ്മൾ സർവീസ് കൊടുക്കുമ്പോൾ. കാരണം ആ കൊച്ചിൻ്റെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ കണ്ണിലാണ്, എൻ്റെ കാതുകളിലുണ്ട്. കാരണം അടഞ്ഞടക്കുന്ന സലൂണിൽ ഈ കൊച്ചു അലറി കിടന്ന് കരയുന്നതും ചോര വീഴുന്നതും. പണ്ടത്തെ പിന്നെ നമ്മള് കൊച്ചുങ്ങളൊക്കെ നമ്മളെ ചെറുപ്പത്തില്
നമ്മളെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് കൊണ്ടിട്ടാണ് ഈ വർക്കിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അതിനുശേഷമുള്ള ട്രാവലിംഗ് എല്ലാം വളരെ കെയർഫുൾ ആണ്, സേഫ് ആണ്, ഫോക്കസ്ഡ് ആണ്, എല്ലാം നന്നായിട്ടാണ് പോകുന്നത്. നമ്മള് അതായത് നമ്മളിപ്പോ ഒരു ഷോപ്പില് നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം നമ്മളെ ഹെയർ കട്ട് ചെയ്യുന്ന ആളെ നമ്മൾ ശ്രദ്ധിക്കും, നോക്കും പുള്ളിയുടെ ഒരു സ്റ്റൈൽ എങ്ങനെ ഉണ്ടെന്ന്. കാരണം പുള്ളി ഇപ്പോ നമ്മളെ ഒരു വൈബിൽ നമ്മളെ ഒരു സ്റ്റൈലിൽ നല്ലൊരു സ്റ്റൈലിലാണെങ്കിൽ, ഒരു അപ്പിയറൻസിലാണെങ്കിൽ ഓക്കെ, അടിപൊളി, ഓക്കെ, നമുക്കൊരു അപ്പോ ഈ പുള്ളി നമ്മളെ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് കട്ട് ചെയ്ത് തരുന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പൊ ചില വേറെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമാവില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും വേറെ അപ്പുറത്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പുള്ളി മതി എന്ന് പറയും. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോ ചേട്ടൻ അത് ചേട്ടനെ തന്നെ ഒരു എന്താ പറയാ വെൽ മെയിൻറ്റെയിൻഡ് ആ ഒരു രീതിയിൽ, അതായത് നമ്മള് ആൾക്കാരിലെ കസ്റ്റമേഴ്സ് വരുമ്പോ ഭയങ്കര ഇതിൽ. അപ്പൊ ചേട്ടനെ തന്നെ ഒന്ന് എപ്പോഴും ഭയങ്കര. എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഗ്രൂം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ഡേയ്സിൽ മാത്രമേ ആളുകൾക്ക് ഷോ ഓഫ് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ വളരെ സിമ്പിളാണ്. എൻ്റെ ടെക്സ്ചർ ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറിയിലാണോ ഞാൻ ആ ടൈപ്പ് ഓഫ് കാറ്റഗറി തന്നെ ആയിരിക്കും എന്ന് ഹോൾഡ് ചെയ്യുന്നത്. സോ സംടൈംസ് ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വല്ല ക്ലാസ് എടുക്കാൻ വേണ്ടി പോകണം എന്നൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഐ ചേഞ്ച് ബിക്കം ദ മൈ സ്റ്റൈൽ. ഞാൻ ഡെഫിനറ്റ്ലി ചിലപ്പോൾ നിങ്ങളെ പോലെ മുടിയാക്കും. കാരണം എനിക്ക് അത്ര ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ഞാനൊരു ഡെയിലി ചെയ്യില്ല. കാരണം എനിക്ക് എൻ്റെ വെർജിൻ ഹെയർ, എന്നെ ഇങ്ങനെ കാണുന്നത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഞാൻ ഇങ്ങനെ കാണുന്നതാണ് എൻ്റെ കോൺഫിഡൻസ്. അല്ലാണ്ട് ഒരാൾ വന്നിട്ട് എനിക്ക് മാർക്ക് ഇട്ടുന്നതിന് ഞാൻ അത് കോൺഫിഡൻസ് ആവില്ല. എൻ്റെ കേളി ഹെയർ, കാരണം എൻ്റെ ഹെയർ ഇങ്ങനെയാണ്, ഞാനത് തിരിച്ചറിഞ്ഞു. അപ്പൊ അതിൽ ഞാൻ വറീഡ് ആവേണ്ട കാര്യമില്ല. ഞാൻ ആളുകളുടെ മുമ്പിൽ അയ്യോ എൻ്റെ മുടി ചുരുണ്ട, എൻ്റെ മുടി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എന്നെ കുളിക്കാത്ത പോലെയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ ഉറക്കത്തിൽ നിന്നിട്ട് പോലെ കുറെ ചിന്തിക്കുന്നത് പോലെയാണ്, അതൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ്. ഞാൻ നോക്കുമ്പോ പെർഫെക്റ്റ് ആണ്. കാരണം ഇന്ന് എൻ്റെ മുടിയുണ്ട്, ഇന്നലത്തെ എൻ്റെ ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോ എനിക്കിന്ന് മുടിയുണ്ട്, കണ്ണിന് കാഴ്ചയുണ്ട്. മൈ കോൺഫിഡൻസ്, ഇതാണ് എൻ്റെ കോൺഫിഡൻസ്. അപ്പൊ ഇതില് പ്രത്യേകിച്ച് ഗ്രൂമിനെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് എന്നെ റെഡിയാക്കണതിനേക്കാളും കൂടുതൽ ഹാപ്പിനെസ് എൻ്റെ അടുത്ത് വരുന്നവരെ എനിക്ക് റെഡിയാക്കി വിടുന്നതാണ്. കാരണം ഞാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും എന്താ പറയാ, ഇതെനിക്ക് ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യാനും എൻ്റെ റഷ് ടൈമിൽ എനിക്കിത് പറ്റിയെന്ന് വരില്ല. അപ്പൊ ഞാൻ ഇതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് വാല്യുബിൾ ആയിട്ടുള്ള ടൈമിൽ ഞാൻ സ്റ്റൈൽ ചെയ്ത് പോകും. എൻ്റെ ഹെയറിനെ മാറ്റും, എൻ്റെ ഫേസ് ഫീച്ചേഴ്സിൻ്റെ കറക്റ്റ് എലമെൻറ്റ്സ് എല്ലാം ഞാൻ കറക്റ്റ് ചെയ്യും, എന്നിട്ടേ പോവുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ എൻ്റെ ഹെയറിനെ ഞാൻ വലിയ ഡിസ്റ്റർബ് ചെയ്യില്ല. കേൾസ് ആണെങ്കിൽ എനിക്ക് എന്നെ ഇങ്ങനെ തന്നെ കാണുന്നതാണ് എൻ്റെ താല്പര്യം, എൻ്റെ മാത്രം താല്പര്യം. എപ്പോഴും അങ്ങനെ